പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചോളം പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ചോളം പുട്ട്. ഷുഗർ ലെവൽ കുറക്കാനും കൊളസ്ട്രോളിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം ഞാനിവിടെ 1 കപ്പ് ചോളം പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സാധാരണ പുട്ടുപൊടി നനച്ചെടുക്കുന്നത് പോലെ നമുക്കിതൊന്ന് നനച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക. ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം നമ്മളിത് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈയിടെ നമ്മൾ നാടൻ കുത്തരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു മില്ലിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ചോളം പുട്ടുപൊടി വാങ്ങിച്ചത്. ചോളം പുട്ടുപൊടിയും അതുപോലെ തന്നെ നാടൻ കുത്തരിയുടെ അവിലും നാടൻ കുത്തരിയുടെ പുട്ടുപൊടിയും മുത്താറിപ്പൊടിയും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങളായിട്ട് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചോളപ്പുട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് വറുത്തിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ചോളം പുട്ടുപൊടി കിട്ടിയത്. വറുക്കാത്തതാണെങ്കിൽ നമ്മൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം മാത്രമേ പുട്ട് ഉണ്ടാക്കിയെടുക്കാവൂ. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഞാനൊരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് നനച്ച് വെച്ചതിന് ശേഷം സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. ഇടയ്ക്കിടെ തേങ്ങ ഇട്ടിട്ട് സാധാരണ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ നമുക്കിത് നിറച്ചെടുക്കാം. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് ഇടയ്ക്കിടെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഷുഗർ ലെവലും കൊളസ്ട്രോളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുപോലെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ചോളത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ റാഗി പൊടിയൊക്കെ. ഈ ഒരു ചോളം പുട്ടുപൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള, നമുക്ക് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഉപ്പുമാവുണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നമുക്ക് നാവിലുണ്ടാവും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഒരു ചോളത്തിൻ്റെ ഉപ്പുമാവ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ പുട്ട് ഞാനിവിടെ കുറ്റിയിൽ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കുറച്ച് തേങ്ങ കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മുകളിൽ ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ പുട്ട് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചോളം പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്